ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിതാ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് വീട്ടിലൊരു സൽക്കാരം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെല്ലാവരും ഒരു 7 മണിയായപ്പോൾ തന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ മക്കളൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ നമ്മൾ തറവാട്ട് വീടാണല്ലോ, അപ്പോൾ എല്ലാവരും കൂടുന്ന സമയത്തൊക്കെ ഹോളിലൊക്കെ പായിട്ടിട്ട് അങ്ങനെയൊക്കെ നമ്മളൊക്കെ കിടക്കൽ എല്ലാവരും പാടെ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര രസമാണ് അങ്ങനെയൊക്കെ കിടക്കാൻ. അങ്ങനെ അതിന് ശേഷം നമ്മൾ മുറ്റത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു, അടിച്ചു വാരാനൊക്കെ. അത് ഡെയിലി ഇവിടെ പ്ലാവുള്ളതിനെ കൊണ്ട് ഡെയിലി അടിച്ചു വാരിയാലും ഭയങ്കര വേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അമ്മ അതൊക്കെ അടിച്ചു വാരാണ്. ആ സമയം കൊണ്ട് ഞാൻ അകമൊക്കെ അടിച്ചു വാരി തൊടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. എല്ലാ കൊല്ലവും ന്യൂ ഇയറിന് ഇമ്മൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഓരോരോ വീട്ടിലായിട്ട് കൂടലുണ്ട്. ഇപ്രാവശ്യം നമ്മളെ വീട്ടിലാണ് കൂടുന്നത്. അപ്പോൾ അവർക്ക് നമ്മളൊരു സൽക്കാരം പോലെ ഒരുക്കണം. അപ്പം ഒരു സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ വേണം. പൈനാപ്പിൾ മിൻറ്റിലെയും ആണ് നമ്മൾ അടിക്കാൻ വിചാരിച്ചത്. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് അതിന് ശേഷം നമ്മൾ നേരെ രാവിലത്തെ കട്ടൻ ചായ എന്നുള്ള നിരക്ക് അത് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത്ര നേരത്തൊന്നും നമ്മൾ നീക്കലില്ല. അതായത് അവൽ സുബയ്ക്കൊന്നും നീക്കൽ വളരെ കുറവാണ്. പെരുന്നാളിന് അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാത്രം നേരത്തെ നീക്കലുള്ളൂ. അതിനെക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ നേരത്തെ നീച്ചപ്പോൾ തന്നെ ഒരു മന്ദപ്പ് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടൻ ചായ കുടിച്ചിട്ടാണ് പണികൾ തുടങ്ങിയത്. അങ്ങനെ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഹെൽപ്പറായിട്ടുള്ള ഷേഹനാണ് കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനേക്ക് നമ്മൾ കേക്കൊക്കെ സെറ്റായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടേനു. അങ്ങനെ നേരെ നമ്മൾ മിൻലയുമൊക്കെ അടിച്ച് നമ്മൾ നേരെ പോയിട്ടുണ്ടേനു കേട്ടോ. ഗൈസ്, ഇവിടുന്ന് നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. കേക്ക് മേടിക്കാൻ പോകണം. നമ്മുടെ കൂടെ നമ്മുടെ ബ്രദറുണ്ട്. നമ്മളൊരുവിധം എല്ലാ വീഡിയോസിലും കാണുന്ന സ്ഥലമാണ് ഈ സുരഭി മാൾ, അതായത് പുറത്തേക്കൊക്കെ പോണ വീഡിയോസിൽ കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കേക്ക് സ്റ്റുഡിയോയിലാണ് ഈ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഓർഡർ കൊടുത്തത്. സംഭവം വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കണ്ടാലൊരു 3 kg ഒക്കെ ലുക്ക് ഉണ്ടെങ്കിലും സംഭവം അത് 2 kg ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് അതും എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തലും ഒരു വിരലൊക്കെ ഒരുമിച്ചിട്ടേനു. അങ്ങനെ വേഗം നമ്മൾ വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് അതിന് ശേഷം കേക്കൊന്ന് ബോക്സോടൊക്കെ ഫ്രിഡ്ജിൽ എന്തായാലും വെക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ബോക്സൊക്കെ പൊളിച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചത് കേട്ടോ. ഇവരെല്ലാവരും 10th ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ഇവരങ്ങനെ ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യലൊക്കെ ഉണ്ട്, അതായത് ഓരോ കൊല്ലത്തിലൊക്കെ മീറ്റ് ചെയ്യലുണ്ട്. അങ്ങനെ ഇക്കൊല്ലതാ നമ്മളെ വീട്ടിലാണ് എല്ലാവരും അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് തന്നെ കൂടിയിട്ടുണ്ടേനു. പിന്നെ അടുത്ത പരിപാടി കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പരിപാടിയിലേക്ക് കടന്ന് ഇതിൽ ഞാനങ്ങനെ ആരെയും ഫേസ് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ആൾക്കാർക്കൊന്നും താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രൈവസിയും കൂടി നോക്കണമല്ലോ, അതിനെക്കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആരും ഫേസും ഒന്നും ക്ലിയർ ആയിട്ട് കാണിക്കാത്തത്. അങ്ങനെ അത് അവർ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ നേരെ ലഞ്ചൊക്കെ സെറ്റാക്കി. കാരണം ഒരു 1:30-2 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല കോഴിക്കോടൻ ദം ബിരിയാണിയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ നമ്മളെല്ലാവരും കൂടി വിളമ്പണ ഒരു പണിയിലാണ്. പിന്നെ അകത്ത് സ്ഥലപരിമിതി ഉള്ള കാരണം നമ്മൾ പുറത്ത് ടാബ്ലറ്റ് ഇട്ട് അവിടെ നിന്ന് സെറ്റാക്കാനാണ് വിചാരിച്ചത്. അതിനെക്കൊണ്ടാണ് പുറത്തുനിന്ന് ഫുഡ് സെറ്റാക്കിയത്. അങ്ങനെ റാഹത്തായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതിന് ശേഷം ഇവരെ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുക, അപ്പം തന്നെ ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പിലേനു ഇവർ ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.